പത്തനംതിട്ട എസ് പി സുജിത് ദാസിന് നടപടിക്ക് നിർദ്ദേശം. എസ് പി സർവീസ് ചട്ടം ലംഘിച്ചെന്ന് റേഞ്ച് DIG അജിത ബിഗത്തിന്റെ റിപ്പോർട്ട്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. PV അൻവർ MLA ഫോൺ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചത് തെറ്റെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങൾ നൽകാനായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തൊക്കെയാണ് കൂടുതലായുള്ള വിശദാംശങ്ങൾ? അഞ്ജന, പത്തനംതിട്ട SP സുജിത് ദാസിന് കുരുക്കുമുറുകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ പറയാൻ കഴിയുക. കാരണം ഒരു അച്ചടക്ക നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. അത് ഖണ്ഡിക്കുന്ന അല്ലെങ്കിൽ അത് ചേർത്ത് വെക്കുന്ന റിപ്പോർട്ട് കൂടിയാണ് തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം ഇപ്പോൾ DGPക്ക് നൽകിയിട്ടുള്ളത്. DGP ഷെയ്ഖ് ദർവൈ സാഹിബിന് നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് എത്തും. ആഭ്യന്തര വകുപ്പാണ് അന്തിമമായി ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. ഇതിൽ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം SP സുജിത് ദാസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അജിത ബീഗം കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന്, അൻവറുമായി നടത്തിയിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ആ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അതിൽ അൻവർ MLAക്കെതിരായിട്ട് ആ പരാതി പിൻവലിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അടക്കം ഗുരുതര ചട്ടലംഘനമാണ്. ഒപ്പം തന്നെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് നേരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അതൊരു ഭരണപക്ഷ MLAയുടെ അടുത്ത് ഫോണിലൂടെ തന്നെ പറയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് ഒരു രീതിയിലും ചട്ടം അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ സുജിത് ദാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ക്രമസമാധാന ചുമതലയുള്ള ഒരു SP ആണ്. SP-യുടെ ഭാഗത്തു നിന്ന് നടക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നടപടി ഉണ്ടാകാനുള്ള ശുപാർശകൾ ഈ ഒരു റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഒരു സസ്പെൻഷൻ എന്തായാലും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടിയാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തെളിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും ഈ PV അൻവർ MLAയും ഒപ്പം തന്നെ സുജിത് ദാസും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് മുൻപാകെ എത്താൻ പോകുന്നത്. ഒപ്പം തന്നെ ADGP MR അജിത് കുമാർ അടക്കമുള്ളവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ, അതോ MR അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് സുജിത് ദാസിനെ വലിയ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിലായിരിക്കുമോ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് എന്തായാലും കണ്ടറിയേണ്ടത്. സംസ്ഥാന സമ്മേളനം പോലീസിന്റെ നടക്കുകയാണ്. ആ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി എല്ലാ ആളുകളും, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി, DGP ഉൾപ്പെടെയുള്ളവർ, ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരും ഒരുമിച്ച് ഒരു വേദിയിൽ പങ്കെടുക്കുകയാണ്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതും ഉറ്റുനോക്കുകയാണ്. എന്തായാലും സുജിത് ദാസിന് കൂടുതൽ കുരുക്കുമുറുകുന്നു, അച്ചടക്ക നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിയിക്കുന്ന റിപ്പോർട്ട് എന്തായാലും തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുകയാണ്. അഞ്ജന, ശാലിനി, അതുതന്നെയാണ് ഇപ്പോൾ ADGP MR അജിത് കുമാറിന് നേരെയും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പം സുജിത് ദാസിന് ഒരു സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് തടിയൂരാൻ ശ്രമിക്കുന്നത് പോലെ അല്ലെ, അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഒരു മൗനം ഇവിടെ വളരെയധികം നിഴലിച്ച് കാണുന്നുണ്ട്. അത് എത്രത്തോളം, അല്ലെങ്കിൽ അത്തരത്തിലൊരു മൗനം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് വളരെയധികം ശരിയാണോ? വേണ്ട രീതിയിലൊരു നടപടിയോ അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? അഞ്ജന, ഈ ആരോപണ വിധേയരായി നിൽക്കുന്ന രണ്ടുപേരും, ഒന്ന് MR അജിത് കുമാർ ADGP, അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. SP സുജിത് ദാസ് ആണെങ്കിലും ഒരു ജില്ലയുടെ ചുമതലയുള്ള ക്രമസമാധാന ചുമതലയുള്ള SP ആണ്. സ്വാഭാവികമായും ഈ രണ്ടുപേർക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആരോപണങ്ങളിൽ ഒരുപക്ഷെ 24 മണിക്കൂറിനുള്ളിൽ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതാണ് മുഖ്യമന്ത്രി. ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായും അത്തരത്തിലൊരു നിയമം അല്ലെങ്കിൽ ഒരു ചട്ടം നിലനിൽക്കെ മുഖ്യമന്ത്രി ഇതുവരെ ഔദ്യോഗികമായ ഒരു പ്രതികരണം പോലും ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രതിപക്ഷമടക്കം കഴിഞ്ഞ കുറേ നാളുകളായി ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ചില ഉന്നതർ കളിക്കുന്നുണ്ട്, ഒപ്പം തന്നെ പോലീസ് ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള ക്രമക്കേടുകളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഫോൺ സംഭാഷണത്തിലൂടെ സുജിത് ദാസിന്റെ പുറത്തു വന്നിട്ടുള്ളത്. പത്തനംതിട്ട SP-യുടെ സ്വാഭാവികമായും ഒരു ഭരണപക്ഷത്ത് നിൽക്കുന്ന MLAയോട് തന്നെ അത്തരത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോഴും MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. PV അൻവർ അടക്കമുള്ളവർ ചില കാര്യങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞതടക്കം ഉള്ള കാര്യങ്ങളിൽ വിവാദം കത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്യുകയാണ്. എന്തായാലും എല്ലാ വിഷയങ്ങൾക്കും ഒരുപക്ഷെ ഇന്ന് ഈ വിവാദങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് പത്തനംതിട്ട SP പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അത്തരത്തിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ SP-ക്ക് സസ്പെൻഷൻ കൊടുക്കുകയാണെങ്കിൽ
ADGP അജിത് കുമാറിന് ഏത് തരത്തിലുള്ള നടപടി ഉണ്ടാകും, ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം അടക്കം ഉണ്ടാകുമോ, അതോ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരിക്കുമോ, അതോ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റാരെങ്കിലും ഈ കേസ് അന്വേഷിക്കുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിലും ഒരു ചോദ്യചിഹ്നം ഉയരുകയാണ്. എന്തായാലും വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഇന്ന് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും PV അൻവർ MLA-യും ഒപ്പം സുജിത് ദാസും തമ്മിലുള്ള വിവാദമായ ഫോൺ സംഭാഷണത്തിന്റെ കൂടുതൽ തെളിവുകളടക്കം പുറത്തുവരുന്നൊരു ഘട്ടത്തിൽ വിവാദം കെട്ടടയ്ക്കാനും ഒപ്പം തന്നെ അതില്ലാതാക്കി സംസ്ഥാന സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുമായിരിക്കും ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുക എന്നുള്ളതിൽ സംശയമില്ല. ജന ശരി.